ടു അപ്പുസ്റ്റൺ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ആണ് ഹൗ ടു ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എക്ലിപ്സ് IDE ഓൺ വിൻഡോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് കോഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന IDE ആയ എക്ലിപ്സ് എങ്ങനെയാണ് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് വേറെ 3 സോഫ്റ്റ്വെയർസുകൾ പെടുന്നുണ്ട്. നമ്മൾ ഈ കോഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ള കുറച്ച് സോഫ്റ്റ്വെയർസാണ് അതെല്ലാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ IDE എന്ന് പറഞ്ഞാൽ കോഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് കാണാം. അതുകൊണ്ട് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ, എക്ലിപ്സ് അല്ലെങ്കിൽ മൈ എക്ലിപ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ IDE ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എക്ലിപ്സ് എന്നൊരു IDE ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുവാണ്. അതിനുശേഷം സെർച്ച് ടാബിലോട്ട് JDK ഇൻസ്റ്റാൾ വിൻഡോസ് 11 64-bit എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ വിൻഡോസ് 11 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വിൻഡോസ് 11 കൊടുക്കുന്നത്. നിങ്ങളുടെ ഏത് വിൻഡോസ് ആണോ ആ വിൻഡോസ് കൊടുക്കുക. അതിനുശേഷം ഈ 64-bit എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏത് ബിറ്റാണ് അത് ജസ്റ്റ് കൊടുക്കുക. 64 ആണോ 32-bit ആണോ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കാണിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഈ ഫയൽ മാനേജറിൽ പോവുക. അതിനുശേഷം ജസ്റ്റ് ദിസ് PCയുടെ സൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടീസിൽ ചെല്ലുക. അപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ ഇങ്ങനെ ഒരു വിൻഡോ കാണാമെന്നായിരിക്കും. ഇവിടെ ഇപ്പോൾ സിസ്റ്റം ടൈപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻറ്റു 64 ബേസ്ഡ് പ്രോസസ്സർ. അവിടെ ഇപ്പോൾ 64-bit 32-bit ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ സെർച്ച് ടാബിൽ ചെന്ന് 64-bit 32-bit എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന ഈ സൈറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ട. അതിന് മുമ്പ് നമുക്ക് താഴെയുള്ള ജാവ ഡൗൺലോഡ്സ് ഓറാക്കിൾ എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്. ആ സൈറ്റാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അതപ്പം ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ മോഡൽ കാണാവുന്നതാണ്. ഇവിടുന്ന് അപ്പം ജസ്റ്റ് നമ്മൾ വിൻഡോസ് എന്ന് പറഞ്ഞ സെക്ഷൻ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻറ്റു 64 ഇൻസ്റ്റാൾ അത് ജസ്റ്റ് അതിൻ്റെ മുന്നിലുള്ള ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സെറ്റപ്പ് ഫയൽ ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രിപ്പയറിംഗ് ടു ഇൻസ്റ്റാൾ എന്ന് എഴുതി കാണിച്ചതിന് ശേഷം ഇതുപോലൊരു വിൻഡോ വരുന്നതായിരിക്കും. ഇവിടെ അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണുന്നതാണ്. അതപ്പോൾ ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടെ നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആകുന്നതാണ്. ഇതിനപ്പോൾ ശേഷം നല്ല ടൈം പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ക്ലോസ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആകുന്നു. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ വെബ്സൈറ്റിൽ നമ്മുടെ വെബ് ബ്രൗസറിലോട്ട് ചെന്ന് MinGW C Compiler ഫോർ വിൻഡോസ് 64-bit എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾ 64-bit 32-bit ആണെങ്കിൽ 32-bit എന്ന് തന്നെ സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ MinGW കമ്പൈലർ വിൻഡോസിൻ്റെ ഒരു കമ്പൈലറാണ്. അപ്പം നമുക്ക് ലിനക്സിനും മാക്കിനൊക്കെ വരുമ്പോൾ വേറെ കമ്പൈലറൊക്കെ ആയിരിക്കും. അപ്പം ലിനക്സോ മാക്കോ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് വേറെ വീഡിയോ കാണുക. ബാക്കിയെല്ലാം സെയിം ആണ്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇവിടെ ചെല്ലുമ്പം താഴെ ഫയൽസ് എന്ന് പറഞ്ഞ് ഈ സെക്ഷൻ കാണാം. അപ്പോൾ ഈ സെക്ഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പം നമുക്കിവിടെ താഴോട്ട് ചെല്ലുമ്പം MinGW 8.1.0യുടെ നിങ്ങളുടെ കറക്റ്റ് വെർഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പം വിൻഡോസ് 32-bit ആണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുകയാണ്. 86 എന്ന് പറയുമ്പോൾ 64-bit ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം യുവർ ഡൗൺലോഡ് വിൽ സ്റ്റാർട്ട് ഷോർട്ട്ലി ഇൻ 0 seconds. അപ്പോൾ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു WinRAR ഫയലാണ്. അപ്പോൾ WinRAR ഇല്ലാത്തവർക്ക് ജസ്റ്റ് WinRAR വേണമെങ്കിൽ കയറ്റാം. അതിനുവേണ്ടി ഞാൻ മോളിൽ സജഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം WinRAR. അതിനുശേഷം എക്സ്ട്രാക്ട് ടു എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് ഫയൽ നമുക്ക് ഈ പാത്ത് നമുക്ക് വിൻഡോസ് C ചെന്ന് പ്രോഗ്രാം ഫയൽസ് എന്ന് പറഞ്ഞ പാത്ത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഫുള്ള് എക്സ്ട്രാക്റ്റ് ആകുന്നതിനെ വെയിറ്റ് ചെയ്യുക. എക്സ്ട്രാക്റ്റ് ആയതിനു ശേഷം ജസ്റ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ MinGW കമ്പൈലറും ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കയറ്റാൻ പോകുന്നതാണ് നമ്മുടെ എക്ലിപ്സ് IDE.
അതിനുവേണ്ടി ജസ്റ്റ് Eclipse IDE Eclipse IDE അല്ല, Eclipse C or C++ IDE എന്ന് സെർച്ച് ചെയ്യുക. നമ്മൾ C or C++ ലാംഗ്വേജ് വെച്ചാണ് നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാമെല്ലാം എഡിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പതുക്കെ ജാവയിലോട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫസ്റ്റ് കാണുന്ന ഈ വെബ്സൈറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ന്യൂവർ റിലീസ് ഈസ് അവൈലബിൾ ഹിയർ എന്ന് തന്നെയുള്ള ഫസ്റ്റ് ലിങ്ക് ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇവിടെ കുറേ ഡെവലപ്പേഴ്സിന് വേണ്ടിയുള്ള സെക്ഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് Eclipse IDE for Embedded C or C++ Developers എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ വരും. അതപ്പോൾ ഒന്നുകൂടെ ഡൗൺലോഡ് ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ബട്ടണിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഇങ്ങനെ ഡൊണേഷൻ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ ഡൊണേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ഡൗൺലോഡ് ആയിക്കോളും. അപ്പം Eclipse ഇവിടെ ഡൗൺലോഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്, ഡൗൺലോഡ് ആയി തീർന്നിട്ടുമുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഈ സെറ്റപ്പ് ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇവിടെ ഇപ്പം Eclipse ഇൻസ്റ്റാളർ ജസ്റ്റ് ഏത് വെർഷനാണ് വേണ്ടത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ജസ്റ്റ് Eclipse IDE for C or C++ Developers ആണ് സെലക്ട് ചെയ്യേണ്ടത്, ജാവയല്ല, C++ ഡെവലപ്പേഴ്സ് ആണ്. അതിനുശേഷം ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതും ഇൻസ്റ്റാൾ ആകുന്നതായിട്ടും. ഇതിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് അക്സെപ്റ്റോടെ ചെയ്യുക. അക്സെപ്റ്റ് നൗ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഇവിടെ സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ലോഞ്ച് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ Eclipse ലോഞ്ച് ആകും അല്ലെങ്കിൽ ഓപ്പൺ ആകുന്നതായിരിക്കും. അപ്പോൾ Eclipse IDE 2022-6 എന്നുള്ള അത് കാർഡൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ലോഞ്ച് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ പിന്നെ നമ്മുടെ കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നമ്മുടെ Eclipse തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് വിൻഡോ. ഇവിടെ നിന്ന് അപ്പോൾ ജസ്റ്റ് ഈ സൈഡിലുള്ള ഫയൽ ലെഫ്റ്റ് സൈഡിൻ്റെ കോർണറായിട്ടുള്ള ഈ ഫയലിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫയലിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് C or C++ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഹലോ വേൾഡ് C++ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് MinGW C സെലക്ട് ചെയ്ത് പ്രോജക്റ്റിന് ഒരു നെയിം കൊടുക്കുക. ഞാൻ ജസ്റ്റ് sample2 എന്ന് കൊടുത്ത് ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കാണാവുന്നതായിരിക്കും. ഇവിടെ അപ്പോൾ നമ്മൾ ജസ്റ്റ് sample2ൻ്റെ റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബിൽഡ് പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഒന്നുകൂടെ റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റൺ ആസ് C++ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഹലോ വേൾഡ് എന്ന് കൺസോൾ വിൻഡോയിൽ എഴുതി കാണിക്കുന്നതായിരിക്കും. ഇത്രയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത്ര ചെയ്ത് ഈ ഹലോ വേൾഡ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര നേരം ഇൻസ്റ്റാൾ ചെയ്തതെല്ലാം കറക്റ്റായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ പാട്ടിന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അടുത്ത പാട്ടിലപ്പോൾ C++ൻ്റെ കോഡിങ്ങിൻ്റെ ജസ്റ്റ് ബേസിക്സ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.